അയർലൻഡിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? നോർത്തേൺ അയർലൻഡ്. മൈ ഗോഡ്. അല്ല മോളി ഈ ചേട്ടന്റെ ബാക്കിലാടാ വരണ്ടേ. ഇപ്പൊ എന്നെ ടിക്ടോക്കിൽ ഫോളോ ചെയ്തിരിക്കും. താങ്ക് യു ജെസ്സി. ലെവിക്കുട്ടിന്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമസ്കാരം, എല്ലാ ഡെയിലി ജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പിന്നെ അയർലൻഡിൽ എത്തിയിരിക്കുകയാണ് അല്ലേ? നോർത്തേൺ അയർലൻഡ്. ലെവിക്കുട്ടൻ അങ്ങനെ 14th കൺട്രിയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ ലെവി? ബെൽഫാസ്റ്റിൽ. സോ അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ അയർലൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ വീഡിയോ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബാഗേജ് എല്ലാം കളക്ട് ചെയ്തിട്ട് ബാക്കി ഇവിടുത്തെ വിശേഷങ്ങൾ കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ? എല്ലാവർക്കും എൻ്റെ വ്ളോഗിൽ കാണാൻ ഇഷ്ടമുള്ളൊരു പാട്ട് ഏതാണെന്നറിയോ? ലെവിക്കുട്ടൻ്റെ ഫുഡ് റൊട്ടീനാണ്. ആദ്യം എന്ത് കൊടുത്താലും ആളുടെ ഈ ഒരു എക്സ്പ്രഷനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അത് ഞാൻ എപ്പോഴും ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് ഫുഡ് കൊടുത്താലും ഇതേ ഒരു എക്സ്പ്രഷനാണ് ആദ്യം വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് അയർലൻഡിലേക്ക് പോവാണ് ഫസ്റ്റ് ടൈം. ഓക്കെ, ഞാൻ ഓൾറെഡി ഒരു 10-13 വർഷങ്ങൾക്ക് മുമ്പേ പോയിട്ടുണ്ട്. ലെവിക്കുട്ടനും അച്ചായും ഡാഡി മമ്മിയൊക്കെ ആദ്യമായിട്ടാണ്. ലെവിക്കുട്ടൻ പതിവ് പോലെ തന്നെ എയർപോർട്ടിൽ നല്ല പെർഫോമൻസ് ഒക്കെ കാണിച്ച് ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തേക്ക് ആൾ ഫ്ലാറ്റ് ഔട്ടായി. ഇറങ്ങിയപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ഉഷാറുമായി കേട്ടോ. ഇപ്പം ഞാൻ എല്ലാ ഫുഡും ട്രൈ ചെയ്യാറുണ്ട്. ഇഡ്ഡലി, അതുപോലെ തന്നെ ചോറ്, സാമ്പാർ എല്ലാം നമ്മൾ കഴിക്കുന്നതാണ് അവന് ഇഷ്ടം. എരിയുള്ളതാണ് ഇഷ്ടം എന്നേ ഉള്ളൂ. അങ്ങനെ വിവിനും അതുപോലെ തന്നെ ജോമോളും ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ വന്നത് ഒലീവ്സ് റെസ്റ്റോറൻറ്റിലാണ്, എബ്രഹാമിൻ്റെ. എവിടെ ചെന്നാലും എനിക്ക് ഇച്ചിരി ചോറും കറിയും വേണം കേട്ടോ. വേറെ എന്ത് ഫുഡ് കിട്ടിയാലും കുറച്ച് ചോറും കറിയും ഇല്ലാതെ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. നെയ്ച്ചോറായാലും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ലെവിക്കുട്ടൻ നെയ്ച്ചോറും ദാൽക്കറിയും കൂടെ കൂട്ടി ചോറൊക്കെ ഉണ്ട്. നേരെ ഞങ്ങൾ വന്നത് റിൻറ്റുവിൻ്റെ എൽസയുടെ വീട്ടിലാണ്. ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലോ ഹോട്ടലിലോ ഒന്നും അല്ല സ്റ്റേ ചെയ്ത് അവരുടെ കൂടെയാണ് 4 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എന്നെയും കൊണ്ട് നെക്സ്റ്റ് ഡേ രാവിലെ ഇവർ പോകുന്നത് എങ്ങോട്ടാണെന്നല്ലേ? ഞാനിവിടെ വന്നിരിക്കുന്നത് തന്നെ ടൈലസ് മിസ് കേരള അയർലൻഡ് 2024 ബ്യൂട്ടി പേജിന് ജഡ്ജ് ആയിട്ടാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ രാജീവ് പിള്ളയും അതുപോലെ തന്നെ അന്നവിനും ഉണ്ട്. ഈ 3 പേരും കൂടെ ഒരുമിച്ചാണ് 30 സുന്ദരിമാർക്കുള്ള മാർക്കുകൾ ഇടാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബ്യൂട്ടി പേജിൽ അറ്റൻഡ് ചെയ്യുന്നത്. സോ അതിനെന്നെ ഇൻവൈറ്റ് ചെയ്ത നമ്മുടെ അയർലൻഡിൻ്റെ ടീമായിട്ടുള്ള ബിബിനും അതുപോലെ തന്നെ നെൽസനുമാണ് ബിഗ് താങ്ക്സ് പറയേണ്ടത്. ഉച്ചയ്ക്ക് സൂപ്പർ ഡൂപ്പർ ക്രിയേഷൻസിൻ്റെ അലക്സേറ്റിനെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഫുഡും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നത്. അവിടുന്ന് ക്വസ്റ്റ്യൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് തിരിച്ച് റിൻറ്റുവിനെ എൽസയുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അച്ഛൻ്റെ കസിൻസ് എല്ലാവരും എൽസയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ എല്ലാവരും ഡിന്നർ കഴിക്കാൻ പ്ലാൻ ഇട്ടത് ഷീല പാലസിലേക്കായിരുന്നു. ഇതിൻ്റെ ഓണറിൻ്റെ പേര് ജിതിൻ റാം എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് ജാൻവി. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഓടി വന്നു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം എല്ലാവരും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെയും നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ലെവിക്കുട്ടൻ ഭയങ്കര ചട്ടമ്പിയായിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി രാവിലെ എണീച്ചിട്ടുള്ള ബഹളമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അന്ന് വൈകിട്ടായിരുന്നു ടൈലസ് മിസ് കേരള അയർലൻഡ് 2024ൻ്റെ 30 സുന്ദരികളെ ജഡ്ജ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് കിട്ടിയത്. ആദ്യത്തെ റൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പ്രോപ്പറായിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി എൻ്റെ റീൽസിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ ഇന്ന് ഇവരെ കൂടെ ഇരിക്കുന്നത്, അതായത് ഒരു ജഡ്ജായിട്ട് ഇരിക്കുന്നത് നിങ്ങളുടെ ഈ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. ബിക്കോസ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അയർലൻഡ് ഡബ്ലിനിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ എന്നെ ഒരു ജഡ്ജായിട്ട് ഇൻവൈറ്റ് ചെയ്തത് നമ്മുടെ അയർലൻഡ് ടീം. അങ്ങനെ സെക്കൻഡ് റൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എല്ലാവരും അതിസുന്ദരികളായിരുന്നു. ഇവരുടെ മേക്കപ്പും അതുപോലെ തന്നെ കോസ്റ്റ്യൂംസും. എനിക്ക് തോന്നുന്നു നമ്മുടെ അയർലൻഡ് ടീം ബിബിനും അതുപോലെ തന്നെ നെൽസനും ആദ്യമായിട്ട് നടത്തുന്ന ഒരു ഷോയാണ്. അതും അടിപൊളിയായിട്ടാണ് ഇവർ ഈവൻ്റ് എല്ലാം ഓർഗനൈസ് ചെയ്തത്. എൻ്റർടൈൻ ചെയ്യേണ്ട രീതിയിൽ എല്ലാ പ്രോഗ്രാംസും ഉണ്ടായിരുന്നു. ഈവൻ എനിക്കും ഡാഡിക്കും മമ്മിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട അന്നാവൻ്റെ മൂവിയാണ് ഹെലൻ. അന്ന് തൊട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. അതിനും ദൈവം ഒരു അവസരം തന്നു. അതുകൂടാതെ രാജീവ് പിള്ളയും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. എല്ലാവർക്കും കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് ഷീല പാലസ് നൈറ്റ് ഫുഡ് ഉണ്ടായിരുന്നു. അത് കഴിച്ച് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു ഫാമിലി, ഷാരൻ്റെ ഫാമിലിയാണ്. അവരും ഈ ഷോ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് കാരണം ലെവിക്കുട്ടിന് വേണ്ടിയിട്ട് കുറച്ച് മോരുകറിയും തോരനും ഒക്കെ
ഇവർ പാക്ക് ചെയ്ത് തന്നു. അത് ലവിക്കുട്ടൻ കഴിക്കുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ കഴിച്ചു. വീട്ടിലെത്തിയപ്പോൾ 2 മണിയായിരുന്നു രാവിലെ. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ എൽസക്കുട്ടിയുടെ കുറച്ച് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. അവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി നല്ല സുഖം ഉറക്കമൊക്കെ ഉറങ്ങി. ജൂലിയും ജോജിയൊക്കെ കൊണ്ട് കൊടുത്തതേ ഗിഫ്റ്റ് ലവിക്കുട്ടൻ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് നെക്സ്റ്റ് കോൾ വരുന്നു, പിന്നെയും നമുക്ക് ഡബ്ലിനിലേക്ക് പോകണമെന്ന്. വേറെ ഒന്നുമല്ല, ജാക്മിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം പോകുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് അറിയാം, അച്ചു പോകാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലേറ്റായി എന്നാണ് പറയുന്നത്. ഈ പ്രാവശ്യം അച്ചു ഇല്ല, ഡാഡി ഇല്ല. ഡാഡി ലെസ്റ്ററിലാണ് പിള്ളേരുടെ കൂടെ. ഞാനും മമ്മി ലവിക്കുട്ടനും മാത്രമാണ് കേട്ടോ പോകുന്നത്. ഇപ്പം നേരെ പോകുന്നത് നമ്മൾ ബെൽഫാസ്റ്റിലേക്കാണ്. ലവിക്കുട്ടൻ്റെ ഫസ്റ്റ് ആഡ് ഷൂട്ട് അതിഥിയുടെ കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ ഈ പ്രാവശ്യം ഷെയർ ചെയ്യാനുണ്ട്. ഞാൻ ലഗേജ് എടുക്കാൻ പോയ സമയത്ത് മമ്മിയെ ഇഷ എണ്ണാത്ത പഠിപ്പിച്ചു ആള്. അവിടുത്തെ കരിയെല്ലാം കാലിലും കയ്യിലും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെരുപ്പൊന്നും ഇടണ്ട, അങ്ങ് ഓട്ടവും ചാട്ടവും ബഹളമാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ജോസേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ജോസേട്ടൻ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. പുതിയ ആളുകളെ പരിചയപ്പെടാൻ നടത്തും മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ജോസേട്ടൻ്റെ വർത്താനമൊക്കെ കേട്ട് ജോസേട്ടൻ ഞങ്ങളെ നേരെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോയത് കൊച്ചി കിച്ചണിലെ ജോയ് ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ട്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇപ്പം ഡബ്ലിനിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹേ ഗായ്സ്, അപ്പോൾ വിശേഷങ്ങളെല്ലാം കണ്ട് നിങ്ങൾ ഹാപ്പി ആണെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പം നിൽക്കുന്നത് ഡെൻബറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കൊച്ചി കിച്ചൺ കണ്ടോ. സോ കൊച്ചി കിച്ചൻ്റെ ഓണറായിട്ടുള്ള ജോയ് ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. സോ അവർക്ക് 3 ആമക്കളാണ്. എന്നെ പിക്ക് ചെയ്യാൻ വന്നത് ജോസേട്ടനാണ്, കണ്ടു കാണും, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഒരു ടീമാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. വിപിൻ, അതുപോലെ തന്നെ വിപിൻ്റെ മോന്, പിന്നെ വിപിൻ്റെ വൈഫ് എൻ്റെ ഒരു ഫാനും കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അയർലൻഡിൽ വന്നപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ ബ്യൂട്ടി പേജൻ്റ് അറ്റൻഡ് ചെയ്യാൻ നേരത്ത് ഒരുപാട് സന്തോഷമായിരുന്നു. ഒരുപാട് ആളുകൾ എന്നെ ഭയങ്കര അധികം സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പിന്നെയും ഞാൻ അയർലൻഡിലേക്ക് വന്നിരിക്കുന്നത്. ആ വിശേഷം എന്താണെന്നുള്ളത് നാളെ ഞാൻ വീഡിയോ എടുക്കാൻ നേരത്ത് കാണാം. അതും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ചില ആളുകളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും അതും കൂടെ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി യമി ഫുഡ് ഇവിടുന്ന് കഴിച്ചതിന് ശേഷം നേരെ നമ്മളിനി ഡബ്ലിനിലേക്ക് പോകും. കൂടുതൽ വിശേഷങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം. ഹലോ, ഹായ്, ഞാൻ യൂട്യൂബിൽ ഒന്ന് കാണിക്കാനാണ്. ഹലോ, താങ്ക് യു. എല്ലാവർക്കും ഇത് ജോയ് ചേട്ടൻ്റെ മൂത്ത മോൻ, പേര് ജെറിൻ. ചേച്ചിയുടെ പേര് പറഞ്ഞു വിപിൻ. മോന് വിപിന്റെ വൈഫിന്റെ പേരേതാ? എന്റെ കട്ട ഫാനാണ്. അത് കേട്ടപ്പോഴേ എനിക്ക് സന്തോഷമായി. പിന്നെ ജോസേട്ടനാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. അതെ, അത് ഞങ്ങൾ ഡബിളിലേക്ക് പോണത്. ഇളയാള് ജെഫി ഇപ്പൊ എന്നെ ടിക്ടോക്കിൽ ഫോളോ ചെയ്തിരിക്കും. താങ്ക് യു ജെഫി, താങ്ക് യു വെരി മച്ച്. അവിടെ മമ്മിയുണ്ട്. സോ ഇത് ഹൈവേയുടെ അടുത്തായതുകൊണ്ട് നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കാൻ പറ്റുന്ന എനിക്കറിയില്ല. മമ്മി സെക്കൻഡ് ടൈമിൽ എന്റെ കൂടെ അയർലൻഡിൽ വന്നിരിക്കുകയാണ്. ഡാഡി അച്ഛനെ ഈ പ്രാവശ്യം മിസ്സിംഗ് ആണ് ഗൈസ്. അപ്പൊ എല്ലാവരോടും താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങൾക്ക് ഡബിൾ ഇനി വരുമ്പോൾ ഇവിടെ ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ കൊച്ചി കിച്ചനും ഓൾ ദി ബെസ്റ്റ്. ഇനി ഒരുപാട് സ്ഥലങ്ങളിൽ കൊച്ചി കിച്ചൻ വ്യാപിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ബൈ. ഞങ്ങൾ ഡബ്ലിനിൽ പോയി ഇറങ്ങാതെ എന്തുകൊണ്ടാണ് ബെൽഫാസ്റ്റിൽ ഇറങ്ങിയെന്നായിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത്. നമ്മൾ ആദ്യം ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ നോർത്തേൺ അയർലൻഡും അതുപോലെ തന്നെ ഡബ്ലിനിലും വിസിറ്റ് ചെയ്തു. അപ്പോൾ 2 കൺട്രി ആയി കേട്ടോ. അങ്ങനെ ലവിക്കുട്ടൻ 14th മന്തിൽ 14th കൺട്രിയും കൂടെ കവർ ചെയ്തിരിക്കുകയാണ്. താങ്ക് ഗോഡ്. നമ്മൾ പ്ലാൻ ചെയ്തത് ബെൽഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഡെറി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് അപ്പുറത്തെ സൈഡ്, ഓപ്പോസിറ്റ് സൈഡിലാണ്. അവിടെയാണ് നമ്മുടെ അതിഥിയുടെ ഓണറായിട്ടുള്ള പ്രിയശേട്ടൻ്റെ വീട്. അവിടെയായിരുന്നു നമ്മൾ ആദ്യം ഷൂട്ട് പ്ലാൻ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് പെട്ടെന്ന് ഒരു ഡിന്നർ പ്ലാൻ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് കാരണം നമുക്ക് ഇന്ന് തന്നെ ഡബ്ലിനിൽ പോകേണ്ടി വന്നു. അങ്ങനെ ജോസേട്ടൻ്റെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പ്ലമ്മും ചെറിയും ആപ്പിളും ഒക്കെ ഒരുപാട് ഞാൻ പ്ലക്ക് ചെയ്ത് കഴിച്ചു. ഇത്രയും ഫ്രഷായിട്ട് കഴിക്കുന്ന ആദ്യമായിട്ടാണ്. മമ്മിയും ഡാഡിയൊക്കെ കാശ്മീരിലൊക്കെ പോകുന്നിടത്ത് എപ്പോഴും പറയാറ് ഞങ്ങൾ ഭയങ്കര ഫ്രഷായിട്ടാണ് എല്ലാം കഴിക്കുന്നതെന്ന്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്തായിരുന്നെന്ന് അറിയാം, ഞാൻ പ്ലക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും അവിടെ തന്നെ ജോസേട്ടൻ്റെ വീട്ടിൽ വെച്ച് മറന്നുപോയി. എൽസയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. എന്തായാലും അത്യാവശ്യം കഴിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പിന്നെ ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ എബ്രാമിൻ്റെ കടയിലേക്കാണ്. എബ്രാമിൽ 2 കടകളുണ്ട്. ഒന്ന് റെസ്റ്റോറൻറ്റ് ഒലിവ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച് ഞാനും അച്ചായ ഫുഡൊക്കെ കഴിച്ച് നിങ്ങൾ കണ്ടു കാണും. ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് അവിടെ ഗ്രോസറി ഷോപ്പിലേക്കാണ്. ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല
കേട്ടോ. എല്ലാ സാധനങ്ങളും കേരളത്തിൻ്റെ എല്ലാ ഐറ്റംസും കിട്ടും. നമ്മൾ അതിഥിയുടെ ഷൂട്ട് ചെയ്യാൻ വന്നത് കൊണ്ട് തന്നെ അതിഥിയുടെ കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ലെവിക്കുട്ടിന് വയറിന് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് കൂവപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ റീൽസിൽ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എബ്രാൻ്റെ ഷോപ്പിൽ നിന്ന് ഒരു ലോഡ് സാധനം മേടിച്ചിട്ടാണ് വന്നത്. ലെവിക്കുട്ടിന് തീരെയും താല്പര്യം ഉണ്ടായിരുന്നില്ല എബ്രാൻ്റെ കയ്യിൽ നിന്ന് റിൻറ്റുവിൻ്റെ എൽസയുടെ വീട്ടിലേക്ക് വരാൻ. മാങ്ങയും ഏത്തക്കയും ഒക്കെ മേടിച്ചിട്ടാണ് വന്നത് കേട്ടോ. പിന്നെ ഇവരാരാന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇവർ എനിക്ക് ജനിക്കാതെ പോയിട്ടുള്ള ഒരു ബ്രദറും സിസ്റ്ററുമാണ്. അവരിപ്പോൾ 1.5 വർഷം ആയിട്ടുള്ളൂ കേട്ടോ ദുബായിൽ നിന്ന് അയർലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദുബായിലാണെങ്കിലും അയർലൻഡിലാണെങ്കിലും എന്നോട് ഷൂട്ടിൻ്റെ സമയത്ത് അക്കോമഡേഷൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും വേണ്ട, എനിക്കിവിടെ വീടുണ്ട് എന്ന്. അങ്ങനെ ആ വീട്ടിലാണ് ഇന്നും നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എന്താണ് പരിപാടി? ഇന്ന് പരിപാടി നമ്മൾ വേണ്ടിയിട്ടുള്ള ചായ ഇടുക, പിന്നെ ഏത്തപ്പഴം മുഴുവ. ഏത്തപ്പഴം എങ്ങനെ പുഴുങ്ങിയ ലെവിക്ക് എന്ന് ആദ്യത്തെ പുഴുങ്ങിയത് ഞാൻ കണ്ട അന്തം വിട്ടു. അപ്പോൾ ഞാൻ കരുതി ഞാൻ യൂട്യൂബിലേക്കും കൂടെ എടുക്കാമെന്ന്. ഇത് നമ്മൾ നമ്മുടെ അയർലൻഡിലുള്ള ഇബ്രാഹിമിൻ്റെ കടയിൽ നിന്ന് മേടിച്ചതാണ്. അവിടെ എല്ലാം കിട്ടും കേട്ടോ, കേരളത്തിൻ്റെ എല്ലാ സാധനങ്ങളും. അപ്പം ഈ വ്ളോഗിൽ ഞാൻ കാണിക്കാൻ പോകുന്ന വേറൊരു ഈസി ടിപ്പാണ്. അത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു കൊടുക്കും കുട്ടി. അതിന് വേണ്ടത് എന്തൊക്കെയാണ്? ഏത്തപ്പഴവും പിന്നെ ടിഷ്യൂ റോളും. ടിഷ്യൂ വലിയ കിച്ചൺ ഷീറ്റ് ടിഷ്യൂ ഉണ്ടെങ്കിൽ ഏത്തക്ക ഫുൾ ആയിട്ട് വെക്കാം. ഇതിപ്പം ഞങ്ങൾ എല്ലാവരും ടിഷ്യൂ ഉപയോഗിച്ച് അതെല്ലാം തീർന്നിരിക്കുന്നുണ്ട്. ഞങ്ങൾ ചെറിയ റോൾ എടുത്തേക്കുവാണ് കേട്ടോ. അപ്പൊ എന്താണ് ഏത്തപ്പഴം പുഴുങ്ങാനായിട്ട് നമ്മൾ ഒത്തിരി ടൈം എടുക്കില്ലേ, മറ്റേ ബോയിൽ ചെയ്ത് ആവിയിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറഞ്ഞൊരു 5 മിനിറ്റെങ്കിലും എടുക്കും. ഇത് ഞാൻ പണ്ട് ഓഫീസിലൊക്കെ വെളുപ്പിനെ പോകുന്ന സമയത്ത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ടൈം ഇല്ലാത്തപ്പോൾ ഞാൻ യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ചാണ്. ആരുടെ യൂട്യൂബ് വീഡിയോ ആണെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് എനിവേ അതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം രാവിലെ എണീറ്റ് പോകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അത് അങ്ങനെ എടുത്തിട്ട് പോയാൽ മതി, ഓഫീസിൽ ചെന്നിട്ട് ചെയ്താൽ മതി ഇത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏത്തപ്പഴത്തിന്റെ 2 ടിപ്പും ഇങ്ങനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് വലിയ ടിഷ്യൂ ആണെങ്കിൽ ഏത്തപ്പഴം അങ്ങനെ വെക്കാം. ഇത് ഞങ്ങൾ ജസ്റ്റ് ചെറിയ ടിഷ്യൂ റോൾ ആയതുകൊണ്ട് ഹാഫ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു മാർക്ക് ഇടുക, തൊലിപ്പുറത്ത് ഇങ്ങനെ ഒരു മാർക്ക് ഇടുക. എന്നിട്ട് എന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാല് ടിഷ്യൂ എടുക്കാം. ടിഷ്യൂ എടുത്തിട്ട് ഈ ഏത്തപ്പഴം ഇതിലേക്ക് ഇങ്ങനെ റോൾ ചെയ്യാം. റോൾ ചെയ്തിട്ടൊന്നുമില്ല, മൈക്രോവേവിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് 2 മിനിറ്റ്സ്. ഹൈയിലാണെങ്കിൽ ഹൈ ഓപ്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈക്രോവേവിൽ എന്നാ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് 2 മിനിറ്റ്സ് മൈക്രോവേവിൽ വെക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം വാട്ട് ഹാപ്പൻസ്. ശരി, ആ സമയം കൊണ്ട് ഞാൻ ചെറുക്കിന് ഇതൊന്ന് കൊടുക്കട്ടെ കേട്ടോ. യെസ്, അങ്ങനെ 2 മിനിറ്റ്സ് ആയിരിക്കുകയാണ് ഗൈസ്. ഏതൊക്കെ വന്നല്ലോ, ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്ത് കണ്ടപ്പം എനിക്ക് നിങ്ങളോടും കൂടെ ഒരുപാട് പേർക്ക് അറിയുമായിരിക്കും, പക്ഷെ എനിക്കറിയത്തില്ല. എനിക്ക് ആദ്യത്തെ അറിവാണ്. എനിക്ക് മമ്മിക്കും ഇതുപോലെ ഈസി ആണെന്നുണ്ടെങ്കിൽ എന്ത് സുഖമാണേ. ഇപ്പം ഞാൻ കാണിക്കാം നിങ്ങൾക്ക് ആ സോഫ്റ്റ്നെസ് എങ്ങനെയാണെന്ന്. കണ്ടോ? എനിക്കാണെങ്കിൽ ഈ ബോയിൽ ചെയ്യുന്നതിനെക്കാട്ടി ഇഷ്ടം ഈ വെള്ളത്തിൽ, കാരണം ലെവിക്ക് കൊടുക്കാൻ വെള്ളത്തിൽ ഇടുന്നതിനെക്കാട്ടി ഇഷ്ടം ബോയിൽ ചെയ്യുന്നത്, സ്റ്റീം ചെയ്തിട്ട് എടുക്കുന്നത്. പക്ഷെ സ്റ്റീം ചെയ്യുന്നത് കുറെ ടൈമും വേണം, കുറച്ചേരത്തെ ഭാഗമൊക്കെ കല്ലിച്ചിരിക്കും. നല്ല പഴുത്ത ഏത്തപ്പഴം ആണെങ്കിൽ നല്ല ഇതായിട്ട് വരും. കുറച്ച് പച്ചയാണെങ്കിൽ കുറച്ച് പാടാണ്. പക്ഷെ നല്ല പഴുത്തതൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ. അത് നല്ല സോഫ്റ്റാണ്. ഞാൻ അവന് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. സ്മാഷ് ചെയ്ത് കാണിച്ചുതരാം. എന്തിനാ കാണിക്കണേ? അത് അറിയാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. അതെ, ഒരു പീസ് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നുണ്ട് മമ്മി. അപ്പോൾ അവന് ഞാൻ എടുത്തോണ്ട് കൊടുക്കട്ടെ കേട്ടോ. അവനിപ്പോഴത്തെ ഒരു സോക്കേടാണ്. സോക്കേടെന്ന് പറയാൻ പറ്റില്ല. അവൻ ആക്ച്വലി കൈ കൊടുക്കുന്നതിനെക്കാട്ടി അവന് ഇഷ്ടം ഫോക്കിൽ കൊടുക്കുന്നതാണ്. നമുക്ക് നോക്കാം അല്ലേ? എന്താണ് ഇവിടെ? എന്താണ്? ബേബി ലെവി. ലെവിക്കിപ്പോൾ അതും വേണ്ട. ലെവി ശരിയാണ്. ലവി ഇത് കഴിച്ചോണ്ടിരുന്ന ഒരാളാണ് കേട്ടോ. ഇപ്പൊ ഇത് വേണ്ട ലവിക്ക്. എടാ ലവിക്കുട്ടാ, രാവിലെ ദോശയോ സമ്മന്തിയോ ഇഡലിയോ ചട്നിയോ അതെ, എന്തെങ്കിലുമൊക്കെ എരിയുള്ളത് മതി. എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഇതൊക്കെയാണോ ലവിക്ക് കൊടുക്കുന്നത്? ലവിക്ക് അതൊക്കെ മതി. ലവിക്ക് മധുരമുള്ള സാധനങ്ങളൊന്നും വേണ്ട. ഡക്ക് റോസ്റ്റ് അതൊക്കെയാണ്. ഞാനിതൊന്നും കഴിച്ചില്ലേലും അവൻ ഇതെല്ലാം കഴിക്കുന്നുണ്ട്. ഇല്ല അമ്മ അത് കഴിക്കത്തില്ല. വെച്ചോ, ഒന്നാമത് കയ്യിൽ കഴിക്കൂല. ഇനി അതിൽ ഡക്ക് റോസ്റ്റ്, അപ്പം ബീഫ് ഫ്രൈ, മധുരമുള്ളതൊക്കെ തുപ്പും, എരിവുള്ളതൊക്കെ കഴിക്കും. സത്യം. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നേരിട്ട് തന്നെ കാണാം. യെസ് ഗായ്സ്. അപ്പോൾ ആദ്യം അതെ, അത് കഴിക്കുമെന്നറിയോ? അറിയില്ല.
ഈ പ്രാവശ്യത്തെ ട്രിപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. 1-2 സർപ്രൈസ് അല്ല, മൂന്നാമതായിട്ട് ഇതിനൊരു ഞെട്ടിക്കുന്ന സർപ്രൈസ് കൂടിയുണ്ട്. അത് എൻ്റെ അച്ഛനും ഡാഡിക്കും കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു മിസ്സിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കിതേ കണ്ടു കാണുമല്ലോ ഇപ്പോൾ എന്താണെന്നുള്ളത്. ടോവിനോടെ കൂടെ ഒരു ഡിന്നറാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജാക്മിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ നമ്മുടെ ജാക്മിയുടെ സദ്യ, അതായത് ഓണസദ്യ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എയറാം പ്രൊമോഷൻ്റെ സെയിം ഡേ. പ്രോഗ്രാം ആക്ച്വലി നാളെയാണ്, പക്ഷേ നമ്മൾക്ക് ഒരുപാട് പേർക്ക് മീറ്റ് ചെയ്യാനും ഒരുമിച്ച് ഒരു ഡിന്നർ എല്ലാവരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മെയിൻ സ്പോൺസേഴ്സ് എല്ലാവരും. അങ്ങനെ എല്ലാവരും കൂടെ ടോവിനോ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൻ്റെ റിസപ്ഷൻ്റെ അവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തത്. അതിന് ശേഷം ഡിന്നർ കഴിക്കാനാണ് പ്ലാൻ ഇട്ടത്. ഇവരെല്ലാവരും സൂപ്പർ ഡൂപ്പർ ടയേർഡായിരുന്നു കേട്ടോ. എയറമിൻ്റെ പ്രൊമോഷൻ കാരണം ഒരുപാട് ട്രാവൽ ചെയ്തതിൻ്റെ ഇത് നമുക്ക് ഫേസിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്നാലും വളരെ പേഷ്യൻസോട് കൂടിയാണ് എല്ലാവരും നിന്ന് തന്നത്. ഈവൻ സുരഭി ആണെങ്കിലും ഡയറക്ടർ ജിതിൻ ലാൽ ആണെങ്കിലും എല്ലാവരും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സോ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റ് ഇതാണ് കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ പ്രിയശനെ കാണുന്നത്. അതിഥിയുടെ സോ ഓൾ ഇൻ ഓൾ ആണ്. ആദ്യമായിട്ടാണ് ഇവരൊക്കെ ഞാൻ മീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ടായിരുന്നു. ഇവൻ ജാക്മിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് ഞാൻ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെ ജാക്മിയുടെ ഓണറായിട്ടുള്ള റോണിയെ ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് റോണി എൻ്റെ ഹസ്ബൻഡാണോ എന്ന്. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് റോണി തന്നെയാണ്, പക്ഷേ ജാക്മിയുടെ ഓണറിൻ്റെ പേരും റോണി എന്നാണ് കേട്ടോ. ഞങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടില്ല. വണ്ടൂരാണ് അവരുടെ വീട്. നിലമ്പൂരിൽ നിന്ന് 15 മിനിറ്റേ ഉള്ളൂ. പക്ഷേ ഇതുവരെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് എന്നോടുള്ള ട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വരെ എത്തിയിരിക്കുന്നത്. ബിഗ് താങ്ക്സ് ടു ജാക്മി ആൻഡ് അതിഥി. അതുപോലെ തന്നെ എൽസയ്ക്കും റിൻറ്റുവിനും. ബിക്കോസ് ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചു ഇല്ലാത്തത് കാരണം എനിക്ക് ശരിക്കും മിസ്സിങ് ആയിരുന്നു. ഇവൻ ഡാഡിക്കും ടോവിനും ഒക്കെ കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ നമ്മളെല്ലാം വളരെ പെട്ടെന്നായതുകൊണ്ട് ലസ്റ്ററിൽ നിന്ന് പിന്നെ ഡാഡിക്ക് വരാൻ പറ്റിയില്ല. ഡിന്നറൊക്കെ കഴിച്ചു കഴിഞ്ഞ് പ്രിയശേട്ടൻ ഞങ്ങളെ നേരെ കൊണ്ടുവന്നത് പ്രിയശൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. സോ സ്പൈസ് ബസാറിൻ്റെ ഓണറിൻ്റെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും അധികം മലയാളി ഷോപ്പുകൾ നമ്മൾക്ക് അയർലൻഡിലുണ്ടെന്ന് തന്നെ അറിയുന്നത് കേട്ടോ. അവർക്ക് 3-4 ഗ്രോസറി ഷോപ്പുകളുണ്ട്. അത് കൂടാതെ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടത് ഭയങ്കര കൊതിയായി കേട്ടോ. അവിടെ പോയി കുറച്ച് ഫുഡും മസാല ദോശയൊക്കെ കഴിക്കാൻ. സോ നമ്മൾ പ്ലാൻ ചെയ്ത നെക്സ്റ്റ് ഡേ രാവിലെ ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ലെവിക്കുൻ്റെ ഫസ്റ്റ് ആഡ് ഷൂട്ട് ആണല്ലോ എന്ന്. സോ ഷൂട്ടിന് മുമ്പേ മമ്മി എല്ലാ കറികളും സെറ്റ് ചെയ്ത് വെച്ചു. കാരണം കിച്ചൺ എനിക്ക് വേണമായിരുന്നു. ലെവിക്കുട്ടിനും നല്ല ഉറക്കമായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തത്. എൽസ ആക്ച്വലി റീൽസിന് വേണ്ടിയിട്ടുള്ള കോണ്ടന്റ് എടുക്കുമായിരുന്നു. അങ്ങനത്തെ എൽസു ആയിരുന്നു കേട്ടോ എന്നെ ഫുൾ ഹെൽപ്പ് ചെയ്തത്. നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പ്രിയശേട്ടൻ അറേഞ്ച് ചെയ്ത ചേട്ടൻ എനിക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ടൈലസിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അജിത്തേട്ടനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഇവൻ ലെവി ആണെങ്കിലും എങ്ങനെ ആയിരിക്കും എന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഒരു ആഡ് രീതിയിലല്ലായിരുന്നു ഞാൻ ഷൂട്ട് പ്ലാൻ ചെയ്തത്. ബിക്കോസ് നോർമലായിട്ട് ലെവിക്കുട്ടിൻ്റെ റൂട്ടീൻസ് ഒക്കെ കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാനും സെറ്റ് ചെയ്തത്. എനിവേ ഞങ്ങൾ കിച്ചണിലേക്ക് കയറി ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത് ഗൈസ്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ, ഗോഡ് ബ്ലെസ്.